ഓ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशर्षिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। हरिः ओम्। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത്. യജുർവേദത്തിൻ്റെ മറ്റൊരു ഭാഗമായ ശുക്ലയജുർവേദത്തിലെ കാണ്വശാഖയിലുള്ള ഏറ്റവും ബൃഹത്തായ ഉപനിഷത്താണ് ബൃഹദാരണ്യകം. അതിൻ്റെ ശാന്തിപാഠം നമ്മൾ കണ്ടു. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ ശുക്ല യജുർവേദത്തിൽ മൂന്നാമത്തെ ഉപനിഷത്താണ് പഠിക്കുന്നത്. ഒന്ന് പഠിച്ചത് ഈശാവാസ്യ ഉപനിഷത്ത്, രണ്ടാമത് പഠിച്ചത് മുക്തികോ ഉപനിഷത്ത്, ഇപ്പം മൂന്നാമത്തതാണ്. ഏതെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ശുക്ല യജുർവേദം മറ്റേതെങ്കിലും പഠിച്ചതായിട്ട്. എങ്കിലും ഇത് നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ട്. ഒന്ന് ഈശാവാസ്യം, മറ്റൊന്ന് മുക്തികോപനിഷത്ത്. ഇത് മൂന്നാമത്തത് ബൃഹദാരണ്യം. അതുകൊണ്ട് പൂർണ്ണമത എന്ന മംഗളാചരണത്തിൻ്റെ വിസ്താരത്തിലേക്ക് പോകുന്നില്ല. എല്ലാവർക്കും അറിയാം മംഗളാചരണം എന്തിനു നടത്തുന്നു എന്നും അറിയാം. നമ്മൾ സനാതനധർമ്മത്തിൻ്റെ സമ്പ്രദായമാണിത്. ഏതൊരു ശുഭകാര്യം നടത്തുമ്പോഴും അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പായി എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ഒന്നെങ്കിൽ ഈശ്വരനോട് അല്ലെ ഗുരു പരമ്പരയോട് മംഗളമാക്കി തരണേ ഞാൻ ചെയ്യുന്ന കായികവോ വാചികവുമായ പ്രവൃത്തി. അതിനായി നമ്മളും ആ പരമ്പര തുടരുന്നു. പൂർണ്ണമത എന്ന ശാന്തിപാഠം. പിന്നെ നമ്മൾ ശുക്ലയജുർവേദം കണ്ടു. പിന്നെ അതിൽ കാണ്വശാഖയാണ്. അതിനുശേഷം ബൃഹത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടു, ആരണ്യകം എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടു, ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥവും കണ്ടു. ഇതുവരെ എല്ലാവരും ഒരേപോലെ യാത്ര ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. ഉപനിഷത്ത് എന്ന വാക്കിന് വളരെ വളരെ ചുരുക്കി പറഞ്ഞാൽ സർവവും ഉപേക്ഷിച്ചുകൊണ്ട് മാനസികമായോ ശാരീരികമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്, നമുക്ക് ശാരീരികമായി ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാനസികമായെങ്കിലും
ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ തന്നെ ഗുരുവിൽ സമർപ്പിക്കുന്ന ആ ഭാവമാണ് ഉപനിഷത്ത്. ഗുരു ഉപസത്തി, ആ ഗുരുവിൽ ഉപസതിക്കുന്ന ശിഷ്യനെ ഗുരു കൈപിടിച്ചുകൊണ്ട് മോക്ഷവിദ്യയിലേക്ക് നടത്തുന്ന ആ പാതയെയാണ് ഉപനിഷത്ത് എന്ന് വിളിക്കുന്നത്. സമീപേ സ്ഥിയാൻ കൃത്വാൻ അന്യത്താദദാനി ഇത്യാദികളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഗുരുവിൻ്റെ സമീപത്തിരുന്നു കൊണ്ട് ഉപസത്തി നടത്തിക്കൊണ്ട് പഠിക്കുന്ന ഏതൊരു ഗ്രന്ഥവും ഉപനിഷത്താണ്. ഇപ്പം നമ്മൾ ഭാഗവതം ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രകരണ ഗ്രന്ഥങ്ങൾ എന്തും ആയിക്കോട്ടെ, അതൊക്കെ ഈ ഉപസതിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ എനിക്ക് ബ്രഹ്മവിദ്യ വേണം അല്ലെങ്കിൽ എനിക്ക് സംസാര ദുഃഖ നിവൃത്തി വേണമെന്ന പൂർണ്ണ മനസ്സോടുകൂടി പഠിക്കുന്ന ഏത് ആധ്യാത്മിക ശാസ്ത്ര വിഷയവും ഉപനിഷത്ത് തന്നെയാണ്. പിന്നെ ഈ ഗ്രന്ഥത്തിനെ ഉപനിഷത്ത് എന്ന് വിളിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം അല്ലേ. പിന്നെ ആരണ്യകം എന്ന വാക്കിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടു. ആരണ്യം എന്ന് ഇതിന് പേര് വരാനുള്ള കാരണവും കണ്ടു. ബൃഹത് ആരണ്യകം ആണ് ഞാൻ പഠിക്കുന്നത് എന്ന് നമ്മൾ അറിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഗ്രന്ഥപഠനത്തിൽ ഇവിടെ ആരണ്യം എന്ന വാക്കുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾക്ക് ആരണ്യകത്തിൽ അല്ലെങ്കിൽ അരണ്യത്തിൽ മാനസികമായി വസിക്കുവാനുള്ള മനസ്സുണ്ടോ, അങ്ങനെയുള്ളവർക്കാണ് ബൃഹദാരണ്യ ഉപനിഷത്ത് പഠനം അല്ലേ. അതായത് ആരുമില്ല കാട്ടിൽ, ഞാൻ ഒറ്റയ്ക്കാണ്, അവിടെ എനിക്ക് ഭഗവാനെ മാത്രം പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള എന്തൊക്കെയാണോ ഇത്രയും കാലം എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അതെയൊക്കെ ഉപേക്ഷിക്കാൻ, അവയില്ലെങ്കിലും പരാതിയൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണോ അല്ലേ. പിന്നെ ഏകാന്തതയ്ക്ക് ഞാൻ തയ്യാറാണോ, ഗുരുവിലുള്ള ശ്രദ്ധയ്ക്ക് ഞാൻ തയ്യാറാണോ ഇത്യാദി കാര്യങ്ങളും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഗുരുപരമ്പരയെ പ്രണമിച്ചുകൊണ്ട് ആരംഭിക്കാം. ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികളെ പ്രണമിച്ചുകൊണ്ട് നമ്മൾ എല്ലാ ഉപനിഷത്തും തുടങ്ങുമ്പം ചൊല്ലുന്ന മംഗളാചരണമല്ലേ, ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസി. അത് ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ ഭാഷ്യം ആരംഭിക്കുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയ മംഗള ശ്ലോകമാണത്, നമ്മളെന്നും ചൊല്ലുന്നത് അല്ലേ. അദ്ദേഹം അവസാനമായി എഴുതിയ ഭാഷ്യമാണ് ബൃഹദാരണ്യകം അല്ലെ. 10 ഉപനിഷത്തുക്കളിൽ അവസാനമായി എഴുതിയ ഭാഷ്യം. അപ്പോൾ അവിടെ അദ്ദേഹം എല്ലാ പരമ്പരയിലുള്ള മഹർഷിമാരെയും പ്രണമിക്കുന്നതാണ്. നമ്മളും ആ പ്രണാമം നിത്യവും നടത്തുന്നു. നമ്മുടെ ഗോത്രത്തിലുള്ള മഹർഷിമാരേതായിരുന്നു അവർക്ക്, കുലത്തിലുള്ളതൊക്കെ, പിന്നെ പരമ്പരയിലുള്ള എല്ലാവർക്കും അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥന നമുക്കും അത് ചൊല്ലാം. ഓൾറെഡി ചൊല്ലിയതാണ്, പക്ഷേ എങ്കിലും ഒരിക്കൽ കൂടി ചൊല്ലാം. കാരണം ശങ്കരഭാഷ്യം നമ്മൾ ആരംഭിക്കുകയാണ്. ഭാഷ്യം പാരായണം ചെയ്യുന്നില്ല, അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അത് ചൊല്ലിയാണ് സാധാരണ തുടങ്ങുക. നമുക്കും അത് ഫോളോ ചെയ്യാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. എല്ലാ അദ്വൈത പ്രവർത്തക ആചാര്യന്മാരെയും, ഭഗവാൻ നാരായണൻ മുതൽ അല്ലെ സദാശിവൻ മുതലുള്ള അദ്വൈത പ്രവർത്തക ആചാര്യന്മാരെ എല്ലാം നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ബൃഹദാരണ്യ ഉപനിഷത്ത്. ഇനി നമ്മൾ അടുത്തത് എഴുതാൻ പോകുന്നത്, എഴുതിക്കോളൂ, 6 അധ്യായങ്ങൾ. ഇനി ഇൻഡെക്സ് എഴുതാൻ പോവാണ് നമ്മൾ. 6 അധ്യായം. ബൃഹദാരണ്യ ഉപനിഷത്ത് 6 അധ്യായങ്ങളായിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പറഞ്ഞു തന്നത്. എത്ര അധ്യായം? 6 അധ്യായം. എന്നിട്ട് ഒരു ബാർ ഇട്ടിട്ട്
ഈ 6 അധ്യായത്തിനെ 3 കാണ്ഡമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഒരു കാണ്ഡം 2 അധ്യായം, 2 അധ്യായം ചേരുമ്പോൾ ഒരു കാണ്ഡം. ഇപ്പം നമ്മൾ ഭാഗവതമൊക്കെ ഇല്ലേ, 38 അധ്യായം, 40 അധ്യായം, ഒരു സ്കന്ധം വരുന്നത്, അതുപോലെ 6 അധ്യായം ബാറ് 3 കാണ്ഡം, 3 കാണ്ഡമായിട്ട്. ഇപ്പോൾ ഒരു കാണ്ഡം എത്ര? 2 അധ്യായങ്ങൾ. വളരെ പതുക്കെ ഞാൻ പറയുള്ളൂ, വൃത്തിയായിട്ട് എഴുതണം. ഞാൻ എല്ലാവരുടെയും വീട്ടിൽ വരുമ്പോൾ ബുക്ക് നോക്കും, അതുകൊണ്ട് വൃത്തിയായിട്ട് എഴുതുക. അധ്യായം 1, 2 അടുത്ത എഴുതിക്കോളൂ. അധ്യായം 1, 2 = 1-ാം കാണ്ഡം. അധ്യായം 1, 2 = 1-ാം കാണ്ഡം. അതിൻ്റെ പേരെഴുതിക്കോളൂ, മധുകാണ്ഡം. മധു ഇല്ലേ, മധുകാണ്ഡം. കാണ്ഡം എന്ന് എഴുതാൻ അറിയാമല്ലോ അല്ലേ, അണ്ടഘടാകം എന്നൊക്കെ എഴുതില്ല, അതിൻ്റെ മധുകാണ്ഡം. അധ്യായം 1, 2. കാണ്ഡം എന്ന് പറയാൻ 2 അധ്യായങ്ങൾ കൂടി ചേരുന്ന അതിനെയാണ് കാണ്ഡം എന്ന് പറയുന്നത്. അധ്യായം 1, 2 = 1-ാം കാണ്ഡം. 1-ാം കാണ്ഡത്തിൻ്റെ പേരാണ് മധുകാണ്ഡം. മധു എന്ന് വെച്ചാൽ തേന്, അമൃതം, നെക്ടർ എന്നുള്ള അർത്ഥം. അതിലേക്ക് നമുക്ക് മധുകാണ്ഡം എത്തുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കാം. ജസ്റ്റ് ഇപ്പോഴും ഇൻഡെക്സ് മാത്രം എഴുതുക. ഇനി അടുത്തത് അധ്യായം 3, 4. അധ്യായം 3, 4 = 2-ാം കാണ്ഡം. അധ്യായം 3, 4 = 2-ാം കാണ്ഡം. അതിൻ്റെ പേര് മുനികാണ്ഡം. മുനി ഇല്ലേ, മുനികാണ്ഡം. മുനികാണ്ഡം. അധ്യായം 3, 4 = 2-ാം കാണ്ഡം. 2-ാം കാണ്ഡത്തിൻ്റെ പേരാണ് മുനികാണ്ഡം. അടുത്തത് അധ്യായം 5, 6. അധ്യായം 5, 6 = 3-ാം കാണ്ഡം. അധ്യായം 5, 6 = 3-ാം കാണ്ഡം. 3 1 2 3 ഇല്ലേ, 3-ാം കാണ്ഡം. കേൾക്കുന്നില്ലേ ഞാൻ പറയണേ? അധ്യായം 5, 6 = 3-ാം കാണ്ഡം. അതിൻ്റെ പേര് ഖിലകാണ്ഡം. ഞാൻ എഴുതാം, ഖിലകാണ്ഡം. ഖിലകാണ്ഡം വായിക്കാവോ? മധുകാണ്ഡം, മുനികാണ്ഡം, ഖിലകാണ്ഡം. അഖിലം എന്നുള്ള എഴുതില്ലേ, അഖിലം എന്ന് നമ്മൾ എഴുതില്ലേ, അത് അഖിലൻ എന്നൊക്കെ എഴുതില്ലേ, അതിൽ ആ വെട്ടിക്കളഞ്ഞാൽ മതി. ഖില അല്ലേ, ആ അക്ഷരം എഴുതിയോ? ഒന്നുകൂടെ പറയാം. അധ്യായം 1, 2 = 1-ാം കാണ്ഡം, മധുകാണ്ഡം. അധ്യായം 3, 4 ചേരുന്നതാണ് 2-ാം കാണ്ഡം. ആ 2-ാം കാണ്ഡത്തിൻ്റെ ടൈറ്റിലാണ് മുനികാണ്ഡം. അധ്യായം 5, 6 ചേരുന്നതാണ് 3-ാം കാണ്ഡം. അതിൻ്റെ പേരാണ് ഖിലകാണ്ഡം. ഇങ്ങനെ 3 കാണ്ഡങ്ങളായിട്ട് 6 അധ്യായങ്ങളായിട്ടാണ് നമ്മൾ ബൃഹദാരണ്യ ഉപനിഷത്ത് പഠിക്കുന്നത്. ഇതെല്ലാവരും എഴുതിയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് മധുകാണ്ഡം. ഇനി ഹെഡിങ് എഴുതിക്കോളൂ, മധുകാണ്ഡം. ഇനി അതിൻ്റെ ഇൻഡെക്സ് എഴുതാം. മധുകാണ്ഡം. എഴുതിയോ അല്ലേ? ഇനി അതിന് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമ്പർ 1 അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് അല്ലെ പോയിന്റോ എന്തെങ്കിലും ഇട്ടിട്ട് 1-ാമത്തെ പോയിന്റ്
ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഉപദേശകാണ്ഡം. ഉപദേശകാണ്ഡം. ഉപദേശങ്ങളാണ്, മുഴുവൻ ഉപദേശമാണ്. അതുകൊണ്ട് നല്ല മധുരമായ തേൻ നുകരുന്ന ഉപദേശങ്ങൾ. അതുകൊണ്ട് എന്ത് ചെയ്തു, മധുകാണ്ഡത്തിന് ഉപദേശകാണ്ഡം. നമ്മൾ വിസ്തരിച്ച് പഠിക്കും കേട്ടോ, ഇപ്പം ജസ്റ്റ് എഴുതുക മാത്രമേ ഉള്ളൂ. ഉപദേശകാണ്ഡം. പിന്നെ അടുത്തത് എഴുതിക്കോളൂ, രണ്ടാമത്തെ പോയിന്റ്. അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി മഹാവാക്യ വിചാരം. അഹം ബ്രഹ്മാസ്മി മഹാവാക്യ വിചാരം. അടുത്ത പോയിന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അഹം ബ്രഹ്മാസ്മി മഹാവാക്യ വിചാരം. മൂന്നാമത്തെ പോയിന്റ്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഇവിടെയാണ് വരുന്നത്. നമ്മൾ വലിയ ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷനാണ്, ഇത് കേട്ടിട്ടുണ്ടാവും. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മയുപനാവര എന്നൊക്കെ. അതിവിടെയാണ് പഠിക്കുന്നത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഉപദേശം. മൂന്നാമത്തെ പോയിന്റാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഉപദേശം. നാലാമത്തെ പോയിന്റ്, മധു മധു എന്ന വാക്യാർത്ഥം. എന്തുകൊണ്ടാണ് ഈ കാണ്ഡത്തിന് മധുകാണ്ഡം എന്ന് വിളിക്കുന്നത്? മധുവാക്യാർത്ഥ വിചാരം. മധുവാക്യാർത്ഥ വിചാരം. 4 പോയിന്റ് ആയല്ലേ. ഇനി അഞ്ചാമത്തെ പോയിന്റ്, സംസാര വർണ്ണനാ വിവരണം. സംസാര വർണ്ണനാ വിവരണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, 5 പോയിന്റ്. ഇനി ആറാമത്തെ അവസാനത്തെ പോയിന്റ്, ശ്രവണ പ്രാധാന്യ വിചാരം. എന്തിനാണ് നമ്മൾ ശ്രവണം ചെയ്യേണ്ടത്, അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. എങ്കിലും യാജ്ഞവൽക്യ മഹർഷി വീണ്ടും പറഞ്ഞു തരികയാണ്. ഒന്ന് ആലോചിച്ച് വയ്ക്കണം. ദശമ ഉപനിഷത്തിൽ പറയുകയാണ് ശ്രവണം ചെയ്യണമെന്ന്. നമ്മൾ 9 എണ്ണം ശ്രവിച്ചതിന് ശേഷമാണ് 10ാമത് ശ്രവിക്കുന്നത് അല്ലേ, ദശോപനിഷത്തുക്കളിൽ. നമ്മളോട് പറയുകയാണ് ശ്രവണം ചെയ്യാൻ. അപ്പോൾ എത്ര പ്രാധാന്യമുണ്ട് അതിന്, അതും കൂടെയാണ്. ഒന്നുകൂടെ പറയാം. മധുകാണ്ഡം 1ഉം 2ഉം അധ്യായങ്ങൾ കൂടിച്ചേരുന്ന കാണ്ഡത്തിനെയാണ് മധുകാണ്ഡം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് 6 ടോപ്പിക്കുകളാണ്. ഒന്നാമത്തെ ടോപ്പിക്ക് ഉപദേശകാണ്ഡം, ഉപദേശങ്ങൾ. രണ്ടാമത്തത് അഹം ബ്രഹ്മാസ്മി മഹാവാക്യ വിചാരം. അഹം ബ്രഹ്മാസ്മി മഹാവാക്യ വിചാരം. മൂന്നാമത്തെ പോയിന്റ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഉപദേശം. നാലാമത്തെ പോയിന്റ് മധുവാക്യാർത്ഥ വിചാരം. അഞ്ചാമത്തെ പോയിന്റ് സംസാര വർണ്ണനാ വിവരണം. ആറാമത്തെ പോയിന്റ് ശ്രവണ പ്രാധാന്യ വിചാരം. അല്ലെ പ്രധാന, രണ്ടും ശരിയാണ്. ശ്രവണ പ്രധാന വിചാരം അല്ലെങ്കിൽ ശ്രവണ പ്രാധാന്യ വിചാരം. ഇതാണ് മധുകാണ്ഡം. ഇനി അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ, മുനികാണ്ഡം. അതിൻ്റെ ഇൻഡെക്സ് പിന്നീട് എടുത്ത് നോക്കാൻ വേണ്ടിയാണ്. ഇത്രയൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെന്നൊരു ഐഡിയ കിട്ടാനും പഠനാനന്തരം മനനം ചെയ്യുവാനും.
രണ്ടാമത്തെ ഹെഡിങ് മുനികാണ്ഡം. മുനികാണ്ഡത്തിൻ്റെ മറ്റൊരു പേരാണ് ഉപപത്തി കാണ്ഡം. ഉപപത്തി എന്ന് വെച്ചാൽ പോസിബിലിറ്റി എന്നാണ് അർത്ഥം. ഉപപത്തി എന്ന വാക്കിന് അത് അർത്ഥം നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഹെഡിങ് ഇത് പോയിന്റ് എഴുതിയാൽ മാത്രം മതി. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഉപപത്തി കാണ്ഡം. ഉപപത്തി എന്തെന്ന് പഠിക്കും. മുനികാണ്ഡം, ഉപപത്തി കാണ്ഡം. രണ്ടാമത്തെ പോയിന്റ് യുക്തി പ്രാധാന്യ വിചാരം. യുക്തി പ്രാധാന്യ വിചാരം. മൂന്നാമത്തത് മനന പ്രാധാന്യ വിചാരം. മൂന്നാമത്തെ പോയിന്റ് മനന പ്രാധാന്യ വിചാരം. എഴുതിയോ? വാചസ്സനീ വിചാരം. അടുത്തത് വാചസ്സനീ വിചാരം. വാചസ്സനി എന്നാൽ സൂര്യൻ്റെ പര്യായമാണ്. ജസ്റ്റ് എഴുതിക്കോളൂ ബ്രാക്കറ്റിൽ. വാചസ്സനി എന്ന് വെച്ചാൽ സൂര്യൻ. വാചസ്സനീ വിചാരം. എത്ര പോയിന്റായി? 4 പോയിന്റ്. അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. ഉപപത്തി കാണ്ഡം, അടുത്തത് യുക്തി പ്രാധാന്യ വിചാരം. യുക്തി എന്ന് വെച്ചാൽ ലോജിക്ക്. യുക്തിയിലൂടെ അദ്വൈതം സമർത്ഥിക്കുകയാണ്. അടുത്തത് മനന പ്രാധാന്യ വിചാരം. വെറുതെ കേട്ടാൽ കാര്യമില്ല, കേട്ടവയെ ഉൾക്കൊണ്ടാൽ മാത്രമേ കേട്ടതുകൊണ്ട് ജീവിതത്തിൽ പ്രയോജനമുണ്ടാകൂ എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരികയാണ് ആ ഭാഗത്ത്. അതുകൊണ്ടാണ് അതിനെ മനന പ്രാധാന്യ വിചാരം എന്ന് ആ ടോപ്പിക്കിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രകരണത്തിനെ വിളിക്കുന്നത്. അടുത്തത് എന്താണ്? മൂന്നാമത്തത് മനന പ്രാധാന്യം. നാലാമത്തത് വാചസ്സനീ വിചാരം. അതായത് സാക്ഷാൽ സൂര്യഭഗവാൻ യാജ്ഞവൽക്യ മഹർഷിക്ക് ഉപദേശിക്കുകയാണ് ബ്രഹ്മവിദ്യ. യാജ്ഞവൽക്യ മഹർഷിക്ക് വെറുതെ കിട്ടിയതല്ല, വൈശമ്പായന മഹർഷിയിൽ നിന്നും കിട്ടി. പക്ഷെ അതിനെ സൂര്യഭഗവാൻ അതിനെ തെളിയിച്ചു കൊടുക്കുകയാണ്. എന്താണോ യാജ്ഞവൽക്യ മഹർഷി വൈശമ്പായനിൽ നിന്നും കേട്ടത്, അതിനെ യാജ്ഞവൽക്യ മഹർഷിയുടെ മഹത്വം കൊണ്ട് സൂര്യഭഗവാൻ പ്രത്യക്ഷനായി സൂര്യഭഗവാൻ നേരിട്ട് ബ്രഹ്മവിദ്യയെ കൊടുക്കുകയാണ്. നമ്മൾ കേനോപനിഷത്ത്, സാമവേദത്തിൽ പഠിച്ചില്ലേ? കേനോപനിഷത്ത് അവിടെ ഹൈമവതി ഉമാദേവി വന്നിട്ട് ദേവതകളെ ഉപദേശിക്കുന്നില്ലേ? ദേവതകൾക്ക് ഒരു തൃണം കൊടുത്തിട്ട്, പുല്ല് കൊടുത്തിട്ട്, ആ കഥ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അതിന് ഇന്ദ്രനോട് പറഞ്ഞു അതിനെ ഇല്ലാണ്ടാക്കാൻ, അല്ലെ? വായുദേവനോട് പറഞ്ഞു. അപ്പോൾ ആര് ശ്രമിച്ചിട്ടും ആ പുല്ലിനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ ബ്രഹ്മവാദിനിയായിട്ട് വരുന്ന അതുപോലെ തന്നെയാണ് ഇവിടെ സൂര്യദേവനാണ് വരുന്നത് യാജ്ഞവൽക്യ മഹർഷിക്ക് ബ്രഹ്മവിദ്യ കൊടുക്കാൻ. അതുകൊണ്ടാണ് ഇതിനെ വാചസ്സനീ വിചാരം. അങ്ങനെ സൂര്യദേവൻ യാജ്ഞവൽക്യ മഹർഷിയെ മുനി എന്ന് വിളിക്കുകയാണ്. അതുവരെ യാജ്ഞവൽക്യൻ എന്നായിരുന്നു പേര്. സൂര്യഭഗവാനാണ് യാജ്ഞവൽക്യ മുനി. മുനി എന്ന് വെച്ചാൽ മഹർഷി. യാജ്ഞവൽക്യ മഹർഷി എന്ന് ആദരണാർത്ഥം വിളിച്ചത്, ആ ടൈറ്റിൽ കൊടുക്കുന്നത്. ഇപ്പോൾ നചികേതസ് പഠിച്ചതുകൊണ്ട് കഠോപനിഷത്തിന് മറ്റൊരു പേരുണ്ടല്ലോ, നാചികേത വിദ്യ എന്ന്. അതുപോലെ തന്നെ സൂര്യദേവൻ ആദരണാർത്ഥം എങ്ങനെയാണോ യമധർമ്മ രാജാവ് നചികേതസിന് കൊടുത്തത് ആദരവ്, അതുപോലെ തന്നെ ഇവിടെ സൂര്യദേവൻ യാജ്ഞവൽക്യ മഹർഷിയെ ആദരിക്കുന്ന ആ പേരാണ് യാജ്ഞവൽക്യ മഹർഷി എന്ന് അദ്ദേഹമായി മാറുന്നത്. അതുകൊണ്ട് മുനികാണ്ഡം എന്ന് വന്നത് ഇതിന്, യാജ്ഞവൽക്യ മുനി എന്ന്. ഇതാണ്. പിന്നെ നമുക്ക് വിസ്തരിച്ച് പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ്, 4 പോയിൻ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് ഖിലകാണ്ഡം. മൂന്നാമത്തെ ഹെഡിങ് എഴുതിക്കോളൂ, ഖിലകാണ്ഡം. അത് എളുപ്പമാണ്. ഖിലകാണ്ഡം.
അഖിലകാണ്ഡം. ഉപാസനാ പ്രാധാന്യ വിചാരം. ഇവിടെ മുഴുവൻ ഉപാസനകളാണ്. ഉപാസന പ്രാധാന്യ വിചാരം. ഒന്നാമത്തെ പ്രകരണം, ഒന്നാമത്തെ ടോപ്പിക്ക്. അഖിലകാണ്ഡം എന്നെഴുതിയിട്ട് ഫസ്റ്റ് ടോപ്പിക്ക് ഉപാസന പ്രാധാന്യ വിചാരം. ഉപാസന പ്രാധാന്യ വിചാരം. രണ്ടാമത്തെ പോയിന്റ്, സംസ്കൃതം അറിയാവുന്നവർ അതുപോലെ എഴുതണം കേട്ടോ. ദേവനാഗരി ഇല്ലേ, മലയാളത്തിൽ എഴുതുക. വായിച്ചാൽ മതി, എന്തായാലും ഭാഷയല്ല, ഉൾക്കൊള്ളലാണ് പ്രാധാന്യം. ഉപാസന പ്രാധാന്യ വിചാരം. അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, ഉപാസന കർമ്മ. ഉപാസന എപ്പോഴും ഉപാസന ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഉപാസനയാക്കി മാറ്റുക. അതാണ് ഉപാസന കർമ്മ സാരാംശ വിചാരം. സാരാംശം നമ്മൾ പറയില്ലേ, എസൻസ്, അതാണ് ഉപാസന കർമ്മ സാരാംശ വിചാരം. ഉപാസന കർമ്മ സാരാംശ വിചാരം. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, വേദാന്ത മന്ത്ര വിചാരം. മൂന്നാമത്തെ ടോപ്പിക്ക് അല്ലെങ്കിൽ പ്രകരണം വേദാന്ത മന്ത്ര വിചാരം. വേദാന്ത മന്ത്ര വിചാരം. അടുത്തത് ഭാഷ്യ സ്വയം വിചാരം. ഭാഷ്യ സ്വയം വിചാരം ഒക്കെ നമുക്ക് അവിടെ എത്തുമ്പം പഠിക്കാം. എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാവേ. ഉപാസന പ്രാധാന്യ വിചാരം ഫസ്റ്റ് ടോപ്പിക്ക്. രണ്ടാമത്തെ ടോപ്പിക്ക് ഉപാസന കർമ്മ സാരാംശ വിചാരം. മൂന്നാമത്തെ ടോപ്പിക്ക് വേദാന്ത മന്ത്ര വിചാരം. നാലാമത്തെ ടോപ്പിക്ക് ഭാഷ്യ സ്വയം വിചാരം. ഭാഷ്യ സ്വയം വിചാരം. എഴുതിയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ നോക്കുക, ഞാൻ പറയുന്നത് ഏതെങ്കിലും ഭാഗം വിട്ടുപോയോ എന്ന് നോക്കുക. ബൃഹദാരണ്യ ഉപനിഷത്ത് 6 അധ്യായങ്ങൾ. ആ 6 അധ്യായത്തിനെ ഇത് മനസ്സിലുറയ്ക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. എഴുതിയത് ബുക്കിലേക്ക് നോക്കുക, ശ്രദ്ധിക്കുക. 6 അധ്യായങ്ങൾ 3 കാണ്ഡമായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാണ്ഡം 1ഉം 2ഉം അധ്യായം ചേരുന്നതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മധുകാണ്ഡം. അധ്യായം 3ഉം 4ഉം ചേരുന്നത് 2ാം കാണ്ഡം. അതിനെ വിളിക്കുന്ന പേരാണ് മുനികാണ്ഡം. അധ്യായം 5ഉം 6ഉം ചേരുന്നതാണ് 3ാം കാണ്ഡം. അതിനെ വിളിക്കുന്ന പേരാണ് അഖിലകാണ്ഡം. ഇങ്ങനെ 3 കാണ്ഡങ്ങളായിട്ടാണ് ബൃഹദാരണ്യ ഉപനിഷത്തുള്ളത്. ഒന്നാമത്തെ കാണ്ഡം മധുകാണ്ഡം. അതിൽ 6 പ്രകരണങ്ങൾ. ഉപദേശകാണ്ഡം അഹം ബ്രഹ്മാസ്മി മഹാവാക്യ വിചാരം. ബ്രഹ്മസത്യം ജഗത് വിദ്യ ഉപദേശ വിചാരം. മധുവാക്യാർത്ഥ വിചാരം. വിചാരം ചെയ്യുക എന്ന് വെച്ചാൽ അറിയാമല്ലോ അല്ലേ, ചർച്ച ചെയ്യുക, അതിനെ വിസ്തരിച്ച് പഠിപ്പിച്ചു തരിക, മനസ്സിലാക്കി തരിക. വിസ്താര പഠനം എന്നേ ഉള്ളൂ വിചാരം എന്ന വാക്കിൻ്റെ അർത്ഥം. വിസ്തരിച്ച് എലാബറേറ്റ് സ്റ്റഡി. മധുവാക്യാർത്ഥ വിചാരം സംസാര വർണ്ണന വിവരണം. സംസാര വർണ്ണന വിവരണം. ശ്രവണ പ്രാധാന്യ വിചാരം. അടുത്തത് മുനികാണ്ഡം 3ഉം 4ഉം അധ്യായങ്ങൾ ചേരുന്നത്. അതിനെ ഉപപത്തികാണ്ഡം. യുക്തി പ്രാധാന്യ വിചാരം, മനന പ്രാധാന്യ വിചാരം,
വാചസ്സനീ വിചാരം. അടുത്തത് ഖിലകാണ്ഡം. ഖിലകാണ്ഡത്തിൽ ഉപാസനാ പ്രാധാന്യ വിചാരം, ഉപാസന കർമ്മസാരാംശ വിചാരം, വേദാന്ത മന്ത്ര വിചാരം, ഭാഷ്യ സ്വയം വിചാരം. ഭാഷ്യ സ്വയം വിചാരം. ഇത്രയുമാണ് ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ 6 അധ്യായങ്ങളിലായിട്ട് അല്ലെങ്കിൽ 3 കാണ്ഡങ്ങളിലായിട്ട് യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം അല്ലേ? പഴയ പോലെയല്ല, എല്ലാവരും എഴുതിയോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം.